അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്, ധർണ നടക്കുകയാണ് കോളേജിന് മുന്നിൽ. അതിലേക്ക് നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അവർ അവരുടെ കോട്ട് ഊരിയാണ് പ്രതിഷേധിക്കുന്നത്. ഔദ്യോഗിക യൂണിഫോമായ കോട്ട് ഊരിക്കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഇന്ന് പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ വിവരണം നൽകും. ബിജീഷ്, എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? ഇതിനകത്ത് വിദ്യാർത്ഥികൾ നേരത്തെ ഉന്നയിച്ചിരിക്കുന്ന അതേ ആ കാര്യം തന്നെയാണ്. അതായത് ഡോക്ടർ റാമിനെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാന ആവശ്യം. 3 അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ ഇന്ന് പരാതി നൽകുന്നുണ്ട്. അതിനകത്ത് പ്രധാന ആക്ഷേപം ഡോക്ടർ റാമിനെതിരെയാണ്. അദ്ദേഹമാണ് ജാതീയമായി അധിക്ഷേപിക്കുന്നത്. മറ്റ് 2 അധ്യാപകർക്കെതിരെ കൂടി പരാതിയുണ്ട്. അവർ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു സമീപനം, അതായത് ഈ മാർക്ക് കുറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ അധ്യാപകരെ ഈ കുട്ടികളെടുത്ത് വളരെ മോശമായിട്ട് അവരെ ഭാഷാ പ്രയോഗങ്ങളിലൂടെ ഉൾപ്പെടെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റാമിനെതിരെയാണ് പേരെടുത്തിട്ടുള്ള ആക്ഷേപമുള്ളത്. റാം ജാതീയമായി അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ കോളേജിന് മുന്നിൽ കുത്തിയിരുന്ന് തന്നെ പ്രതിഷേധം നടത്തുകയാണ്. വൈറ്റ് കോട്ട് ഊരിക്കൊണ്ടാണ് BDS വിദ്യാർത്ഥികൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഈ കോളേജ് ക്യാമ്പസിനകത്ത് പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികൾ കൂടി സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. രക്ഷിതാക്കളും ഇന്ന് കോളേജ് ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. അവരും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം ഡോക്ടർ റാമിന്റെ ശിക്ഷണത്തിൽ ഇനി മക്കൾ പഠിക്കേണ്ടതില്ല, റാമിനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് രക്ഷിതാക്കളും ഉന്നയിച്ചിരിക്കുന്നത്. അവരും കോളേജ് അധികൃതർക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ആരോഗ്യ സർവകലാശാല അധികൃതർ ഇന്നിവിടെ മൊഴിയെടുക്കുന്നതിന് തെളിവെടുപ്പിനെത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അവരിതുവരെ എത്തിയിട്ടില്ല. അവർ വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ തന്നെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ഒപ്പം നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാതീയ അധിക്ഷേപം നേരിട്ടു എന്നുള്ള കാര്യത്തിനകത്തും അതുപോലെ തന്നെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിനെതിരെയുള്ള ആരോപണത്തിലുമാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഈ ആരോപണ വിധേയരായ അധ്യാപകരെ, ഡോക്ടർ റാമിനെയും അതുപോലെ തന്നെ സംഗീത നമ്പ്യാരെയും ഇതുവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല. അതും വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപത്തിന് വഴിവെക്കുന്നുണ്ട്. രക്ഷിതാക്കൾ പറയുന്നത് ഈ കേസ് അട്ടിമറിക്കുന്നതിലേക്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, പോലീസിന്റെ നീക്കങ്ങൾ വഴിവെച്ചേക്കുമെന്നുള്ളൊരു ആശങ്ക അവർ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിലും സമ്മർദ്ദമേറുന്നുണ്ട്. കാരണം നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാന ആവശ്യം. അജിംസ്, നിതിൻ രാജിന്റെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധ രംഗത്തുള്ളത്. അവർ അവരുടെ കോട്ടൂരിക്കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. കോളേജിന് മുന്നിൽ ധർണ നടത്തുകയാണ്.